ഹൃദയവയലിൽ വചനമായി നടനമാടും വചന വഴിയേ വചന വഴിയേ വചന വഴിയേ വചന വഴിയേ. വചന വഴിയിലേക്ക് സ്വാഗതം. ആദിയിൽ പ്രപഞ്ചത്തിൻ്റെയൊക്കെ ആരംഭത്തിൽ മനുഷ്യരുടെ സൃഷ്ടിക്ക് ശേഷം അധികം വൈകാതെ തന്നെ ആരംഭിച്ച ഒരു പ്രശ്നം അതിന്നും തുടരുന്നുണ്ട്. ദൈവം അരുതെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ആദി മാതാപിതാക്കൾ പാപത്തിൻ്റെ ഫലവും ശിക്ഷയുമൊക്കെ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹവ്വ പറഞ്ഞു, ആദത്തോട് ചോദിച്ചപ്പോൾ ആദം പറഞ്ഞു, നീ കൂട്ടിന് തന്ന സ്ത്രീ എനിക്കത് തന്നു, അതുകൊണ്ട് ഞാനത് തിന്നു. അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഭാര്യയിലേക്ക് ചാരിയായിരുന്നു. ഹവ്വയാകട്ടെ ആ ഉത്തരവാദിത്വം പാമ്പെന്നെ പ്രലോഭിപ്പിച്ചത് കൊണ്ട് ഞാനത് ചെയ്തു എന്നും പറഞ്ഞ പാമ്പിലേക്ക് ചാരിയായിരുന്നു. ഇന്നും പല മേഖലകളിലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ സ്വന്തം ഉത്തരവാദിത്വം ഏൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പഴി ചാരുന്ന സ്വഭാവം കാണാറുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം, കുട്ടികളുടെയൊക്കെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എല്ലാ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെയുള്ള ചില ചിന്തകളുണ്ട്. കുട്ടികൾ മോശമാകുമ്പോൾ പറയും, അതിൻ്റെ കാരണം സാർമാർ വേണ്ടതുപോലെ പഠിപ്പിക്കാത്തത് കൊണ്ട്. അധ്യാപകർ പറയും, വീട്ടിൽ നിന്ന് നല്ലൊരു രൂപീകരണം കിട്ടണ്ടേ, പിന്നെ എങ്ങനെ ശരിയാവുക? ഒരു പക്ഷേ സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിൽ പോലും കൂടി ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. എതിർസാക്ഷ്യമാകുന്ന ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ വന്നു കഴിയുമ്പോൾ വീട്ടിൽ മാതാപിതാക്കൾ പറയും, എന്തിനാ ഇത്രയും കാലം അവിടെ വിട്ടിട്ട്, ഇത്രയും വർഷങ്ങൾ വിട്ടിട്ടും വേണ്ടതുപോലൊരു രൂപീകരണം കൊടുക്കാൻ അവർക്ക് പറ്റിയില്ലല്ലോ എന്ന്. അതേസമയം സെമിനാരികളിൽ നിന്നും സന്യാസ ഫോർമേഷൻ ഹൗസുകളിൽ നിന്നൊക്കെ കേൾക്കാം, വീട്ടിൽ നിന്ന് എങ്ങനെയാണ് നല്ല രൂപീകരണം കിട്ടണ്ടേ. ആദിയിൽ ആരംഭിച്ചത് ഇന്നും തുടരുകയാണ്. നമുക്കിതിൻ്റെ ചില വശങ്ങളെക്കുറിച്ച് ഇന്ന് അല്പം ഗൗരവത്തിലൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുക. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മാണിച്ചായൻ ഇരട്ടിയടുത്ത് കാലാങ്കിയിൽ ഒരു കർഷകനായി ജോലി ചെയ്യുന്നു. സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് നീണ്ട 32 വർഷങ്ങൾ സേവനം ചെയ്തിട്ടുണ്ട്, ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 25 വർഷം മതാധ്യാപനത്തിൻ്റെ ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയിലുമായിരുന്നു. കരിസ്മാറ്റിക് നവീകരണവുമായി ബന്ധപ്പെട്ട് അന്ന് ഏതാണ്ട് 78-79 കാലങ്ങൾ മുതൽ ഇന്ന് വരെയും വളരെ സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്. രാരിച്ചൻ ഒരു സർക്കാർ സ്കൂൾ അധ്യാപകനാണ്, മാത്രമല്ല ഒരു ഹെഡ് മാസ്റ്ററുമാണ്. കുറേ അധ്യാപകരും ഒത്തിരിയേറെ കുട്ടികളുമുള്ള ഒരു സ്കൂളിൽ അധ്യാപനത്തിൻ്റെയൊക്കെ ജോലികളൊക്കെ, അധ്യാപനത്തിൻ്റെയും സ്കൂളിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയിലുള്ള ഭാരിച്ച ഉത്തരവാദിത്വങ്ങളൊക്കെ രാരിച്ചൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനിടയിലും മറ്റു ചില ചിന്തകൾ, കുട്ടികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചില ചിന്തകളും ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. SSAയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് വർഷങ്ങൾ തന്നെ സേവനം ചെയ്തിട്ടുണ്ട്. ക്ലീന്ദ്രയിലാണ് രാരിച്ചൻ്റെ വീട്. സെലിൻ അധ്യാപികയാണ്. ഒത്തിരിയേറെ വർഷങ്ങളായിട്ട് കരിസ്മാറ്റിക് നവീകരണവും ജീസസ് യൂത്തും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അധ്യാപനവുമായി ബന്ധപ്പെട്ട് രാരിച്ചൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ സെലിനും കുറേ നല്ല ചിന്തകൾ, കുറേ കൂടി നമുക്ക് പ്രത്യാശ നൽകുന്ന ചില ചിന്തകൾ സെലിനുമുണ്ട്. ഞാനൊരു രക്ഷകർത്താവുമാണ്, ഒരു കർഷകനും. എനിക്ക് തോന്നുകയാണ് ഇന്ന് നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കണക്കിന് നല്ലതാണ്. മാണിച്ചായനും അധ്യാപനവുമായി ബന്ധപ്പെട്ട്, മതാധ്യാപന രംഗവുമായി ബന്ധപ്പെട്ട ചില ചിന്തകളുണ്ട്. രാരിച്ചനും സെലീനും നേരിട്ട് തന്നെ നിങ്ങളുടെ സ്കൂൾ ജീവിതവും അധ്യാപനവും ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയിലും ഒക്കെയുള്ള അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ, വേറെ ആരും പറയേണ്ട അനുഭവങ്ങളൊന്നുമില്ല, നേരിട്ട് തന്നെ ഒരു വിഷയത്തിലേക്ക് വരാമെന്ന് ഓർക്കുക. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആദവും ഹവ്വയൊക്കെ ചെയ്ത പോലെ ചില കുറ്റപ്പെടുത്തലുകളുടെയൊക്കെ വിഷയങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്.
അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പഴിചാരി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ചില പ്രവണതകളും കാണുന്നുണ്ട്. ഇന്ന് ഒത്തിരി നീണ്ട 8-10 വർഷങ്ങൾ അതിനു മുൻപ് LKG, UKG, LKGക്ക് മുൻപ് പോലും കൂടി ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളെ നഴ്സറിയിലേക്ക് മറ്റ് പ്ലേ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത്രയേറെ വർഷങ്ങൾ ലഭിച്ചിട്ടും എന്താ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടതുപോലെ ഒരു സാൻമാർഗികമായിട്ടും അതല്ലാതെ ധാർമ്മിക മൂല്യങ്ങളിലുമൊക്കെയും നല്ലൊരു ഒരു ആഴമുള്ള ചില അവബോധങ്ങളും ചില നല്ല മൂല്യങ്ങളുള്ള ജീവിതവും എന്താ കിട്ടാതെ പോകുന്നത്? യഥാർത്ഥത്തിൽ ഇത് ഇത്രയേറെ വർഷങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഈ കുട്ടികളെ ഞങ്ങൾ രക്ഷകർത്താക്കളെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ന്യായമായും ചോദിക്കാവുന്ന ഒരു ചോദ്യമല്ലേ, എന്താ ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ വേണ്ടതുപോലെ സന്മാർഗികളാകുന്നതിന് പകരം ഒരുപക്ഷെ പലരും പറയുന്ന പോലെ അസന്മാർഗികളായി മറ്റുമൊക്കെ എല്ലാ കുട്ടികളുമല്ല, എങ്കിലും തീർത്തും ചെറിയ ശതമാനമല്ലല്ലോ. നിങ്ങൾക്കതേക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുമായിരിക്കും നമ്മൾ കരുതുക. എനിക്ക് തോന്നുന്നു പൊതുവെ സമൂഹത്തിൽ കാണുന്ന ചില പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അതിലൊരു വലിയ പങ്ക് ഒരുപക്ഷെ അധ്യാപക സമൂഹത്തിന് തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ അധ്യാപനത്തെ വേണ്ടത്ര ഗൗരവത്തോടെ സ്വീകരിക്കുന്ന, ഗൗരവത്തോടെ എടുക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് അധ്യാപനത്തിലേക്ക് കടന്നു വരുന്നതെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പലപ്പോഴും ഇതിനെ ഒരു ജീവിത ഉപാധിയായി മാത്രം കാണുകയൊക്കെ ചെയ്യുന്ന ചില രീതികൾ, എല്ലാവരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും വളരെയേറെ പേരിന്ന് അങ്ങനെ തന്നെ കടന്നു വരുന്നതിൻ്റെ ഒരു ദുരന്തവും ഈ ഒരു റിസൾട്ട് കുട്ടികളിൽ നമുക്ക് കിട്ടുന്നതിന് കാരണമായി തീരുന്നുണ്ട് എന്ന് ആത്മവിമർശനപരമായി തന്നെ എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, കുട്ടികളെ മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. അവർ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ വരുന്നത് തീർച്ചയായും കുടുംബങ്ങളിൽ നിന്നാണ്. അവരുടെ ഫോർമേഷൻ ആരംഭിക്കുന്നത് ജോയിച്ചൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു LKG, UKG തലത്തിലല്ല യഥാർത്ഥത്തിൽ. അത് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന സമയം മുതൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഫോർമേഷൻ ആരംഭിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു കൂട്ടായ ചില എൻ്റെ പിഴകൾ പറയേണ്ട ഒരു വേദിയാണ് എന്ന് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻ്റലായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് പരമായിട്ടോ ഒക്കെ നടക്കുന്ന വേണ്ടത്ര വ്യക്തതയില്ലാതെ, വേണ്ടത്ര സത്യസന്ധമല്ലാതെ നടത്തുന്ന ചില നടപടികളും ഒരുപക്ഷെ ഇതിനെ ആക്കം കൂട്ടുവാൻ കാരണമായി തീർന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് ചോദിക്കാൻ തോന്നുക, പേരൻസ് രക്ഷകർത്താക്കളെ കിട്ടുന്ന വർഷങ്ങൾ ആദ്യത്തെ ഒരു 2-3 വർഷങ്ങളേ ഉള്ളൂ. പിന്നെയുള്ള നീണ്ട 10-13 വർഷങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ് ഞങ്ങളുടെ കുട്ടികളുള്ളത്. പക്ഷേ എന്താ വേണ്ടതുപോലെ ഞങ്ങളും നിങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ ആ കുട്ടികളായിത്തീരാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് വീണ്ടും ഒന്നിങ്ങനെ ചോദിച്ചോട്ടെ. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജൻ പറഞ്ഞു ആത്മവിമർശനപരമായി കാണേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും മറ്റുമൊക്കെ. വ്യക്തിപരമായി നിങ്ങളെ പരിചയപ്പെടുത്തിയോടൊപ്പം തന്നെ അത് പരിചയപ്പെടുത്തേണ്ട ഭാഗമായി തന്നെ ഒന്ന് കരുതിക്കോ. രാജനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അധ്യാപനം എന്ന് പറയുന്നത് വേറെ പണിയൊന്നും കിട്ടാതെ വന്നതുകൊണ്ട് എടുത്തൊരു തൊഴിൽ എന്നുള്ളത്, അല്ലെങ്കിൽ പെട്ടുപോയത് കൊണ്ട് അതങ്ങനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള നിലയിലാണോ, അതെയോ അതിനകത്തൊരു സന്തോഷവും നിറവും ഒക്കെ തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. ഞാൻ അധ്യാപന ജീവിതത്തിലേക്ക് വന്നത് തീർച്ചയായും യാദൃശ്ചികമായിട്ടാണ്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അത് ദൈവം എന്നെ നിയോഗിച്ച ഒരു ഉത്തരവാദിത്വമായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം കിട്ടുന്ന അവസരങ്ങൾ, എനിക്കറിയാം ഞാൻ വ്യക്തിപരമായിട്ട് അധ്യാപനത്തിന് ഒരു ഉതകുന്ന ഒരു പ്രകൃതമല്ലായിരുന്നു എൻ്റേത്. പക്ഷേ മനഃപൂർവ്വമായും തമ്പുരാൻ സഹായിച്ചും കുറേ കൂടി പരിശീലനത്തിലൂടെയൊക്കെ എനിക്ക് ആ ഒരു കഴിവ് ആർജിച്ചെടുക്കാൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാനിതിനൊരു ദൈവവിളിയായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളും കുറവുകളും ധാരാളമുണ്ട്. എങ്കിലും പൊതുവെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് ഈ അധ്യാപനത്തെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ അധ്യാപനം സന്തോഷം നൽകുന്ന, തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു, കാരണം കുഞ്ഞുങ്ങളോടൊത്ത് സഹവസിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒത്തിരി നെഗറ്റീവ് ഫീലിങ്സും അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, കുട്ടികളെ സംബന്ധിച്ച് പോലും നമ്മളിപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയായി പോകുന്നു ഇങ്ങനെയായി പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും കുട്ടികളോടൊത്തായിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒത്തിരി ഒരു നിറവ് നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമായിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് 4-5 കൊല്ലങ്ങളായിട്ട് ആ വേദിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആ ഒരു സൗകര്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അന്നേരം എനിക്കത് കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളോട് ചേർന്ന്
പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഒരു അധ്യാപിക ആണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ എനിക്ക് പ്രചോദനം നൽകിയതേ. ടീച്ചർ പറയായിരുന്നു ചെറുപ്പത്തിൽ ടീച്ചർ ഇങ്ങനെ ആഗ്രഹിച്ച് ഒരു അധ്യാപിക ആകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നെന്ന്. അന്ന് തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു അധ്യാപിക ആകണമെന്നുള്ള ആഗ്രഹം. പിന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതിയെന്ന്. ആ വചനത്തിൽ ആശ്രയിച്ച് ഞാൻ വീടിന് പോയി. അങ്ങനെ ഈശോ എന്നെ ഈ അധ്യാപന ജീവിതത്തിലേക്ക് വിളിച്ചാണെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഞാനിന്നൊരു കണക്കധ്യാപികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ കണക്ക് അല്പം വിഷമമുള്ള വിഷയമായിരുന്നു. ഞാനിപ്പോൾ ഓർക്കാം, എനിക്കന്ന് അല്പം വിഷമമുള്ള വിഷയം തന്നെ എടുത്ത് പഠിച്ച് ആ വിഷയത്തിൽ തന്നെ പഠിപ്പിക്കാൻ സാധിക്കുമ്പം ഞാൻ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ പ്രത്യേകം ഞാൻ ഈ അല്പം പുറയിലുള്ള കുട്ടികളെ ഞാൻ ഓർമ്മിക്കും, പ്രത്യേകിച്ച് എൻ്റെ അവസ്ഥയോടെ ഓർമ്മിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ ലളിതമായിട്ട് അവർക്ക് കണക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും അവരെ ഒന്ന് പരിഗണിക്കാനും ഒക്കെയുള്ള, അധികം ദേഷ്യപ്പെടുന്നില്ലെന്നല്ല, എന്നാലും അല്പം കൂടി ഒരു പരിഗണന നൽകുന്നതിനും ഈശോ എന്നെ ഈ കണക്ക് തന്നെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രത്യേക പദ്ധതി അനുസരിച്ചാണെന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സെലീന ചോദിക്കട്ടെ, കുറെ കൂടി വരുമാനം കിട്ടുന്ന മറ്റൊരു ജോലി കിട്ടുകയായിരുന്നെങ്കിൽ സെലീന അത് കൂടുതൽ താല്പര്യപ്പെടുമായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഈ കുഞ്ഞുങ്ങളോടൊപ്പം ജോലി ചെയ്യാന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ചോദിച്ചേ ഉള്ളൂ. ഞാൻ ആദ്യമേ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക്, ഈ ഒരു പരിചയപ്പെടലിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധങ്ങളെക്കുറിച്ചൊന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അതിന് മുൻപ് ചോദിച്ച ചോദ്യത്തെക്കുറിച്ച്, ഞങ്ങൾ രക്ഷകർത്താക്കൾക്ക് ന്യായമായിട്ട് ചിന്തിക്കാൻ ഇങ്ങനൊരു അവകാശമില്ലേ? തീർച്ചയായിട്ടും. ഇത്രയും വർഷങ്ങൾ നിങ്ങളുടെ ഈ അധ്യാപകരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് എന്തേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഞങ്ങളുടെ കുട്ടികൾ ഉയർന്നു വരാനായിട്ട് നിങ്ങൾ ഇടവരുത്താത്തതെന്ന്? യഥാർത്ഥത്തിൽ നിങ്ങൾ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ വേണ്ടതുപോലെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്ന് ഞങ്ങൾ സാധാരണ രക്ഷകർത്താക്കൾ കരുതിയാൽ അതിന് കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റുമാവോ? പൗരാണിക ചിന്താഗതി അനുസരിച്ച് ഇന്ന് അധ്യാപകരെന്ന് പറയുന്നു ഗുരുക്കന്മാരെന്നാണ് പറയുക. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ട് അകറ്റുന്നവനാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള അന്ധകാരത്തെ മാറ്റി അവരിലേക്ക് പ്രകാശം നൽകുക എന്നുള്ളതാണ് അധ്യാപനം. അതുകൊണ്ടാണ് ഞാൻ ഈ അധ്യാപന വൃത്തി എന്ന് പറയുന്നത് വളരെ പരിഭാവനമായി കരുതുന്നത്. ഇന്നതൊരു ഉപജീവന മാർഗമായിട്ട് കരുതുന്നു. അവകാശങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നിച്ചു നിൽക്കലും സമരം ചെയ്യലും ഒക്കെ അത് വേറൊരു ഭാഗം. പക്ഷെ ഇതിന് അതൊരു ദൈവികമാണ് അധ്യാപന വൃത്തി എന്ന് പറയുന്നത്. ദൈവത്തിന് മാത്രമേ മറ്റുള്ളവരിലെ അന്ധകാരത്തെ നീക്കി അവരിൽ പ്രകാശം നൽകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ഇരുളിനെ അകറ്റി അത് മനുഷ്യ മനസ്സിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ പ്രകാശം പരത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരിൽ അധ്യാപന വൃത്തിയോളം പരിഭാവനമായിട്ടുള്ള മറ്റൊരു ഇതില്ല. അതിൽ കിട്ടുന്ന വേതനത്തെയോ അല്ലെന്നവരിൽ ആനുകൂല്യങ്ങളെക്കാൾ ഉപരിയായി ചെയ്യുന്ന ധർമ്മം എന്ന് പറയുന്നത് ദൈവികമാണ്. അതാണ് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ആ ധർമ്മം അനുഷ്ഠിക്കേണ്ടുന്ന അധ്യാപകര് ഈ കുട്ടികളെ വേണ്ട വിധത്തിൽ വാർത്തെടുക്കുന്നില്ല എന്നുള്ള പരാതിയിൽ മാണിച്ചായനും കൂടി ചേരുകയാണെന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. മാണിച്ചായ, എനിക്ക് ഇച്ചിരി ഒരു വിയോജിപ്പുണ്ട് അതിനോട്. കാരണം ഞാൻ ആദ്യം തന്നെ അത് സൂചിപ്പിച്ചായിരുന്നു. പൊതുവെ നമ്മുടെ ഇടയിൽ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി തീർച്ചയായിട്ടും അധ്യാപകരുടെ സമൂഹത്തിലും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആത്മവിമർശനപരമായിട്ട് തന്നെ നമുക്ക് പറയാം. എനിക്കറിയാം, പണ്ടത്തെ പോലെയുള്ള ആ ഗുരുത്വം എന്നുള്ള ആ ഒരു മഹനീയ പദവിയൊന്നും കണ്ടുകൊണ്ട് വരുന്നവരൊന്നും അല്ല വളരെയേറെ പേര് ഒരു മേഖലയിലുള്ളവരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെഗറ്റീവ് എതിർ സാക്ഷി നൽകുന്നവർ തന്നെ ഒത്തിരി പേരുണ്ടാവാം. പക്ഷെ അതെനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ മേഖലകളും നമുക്ക് കാർഷിക വൃത്തി എടുത്തു നോക്കിയാലും മറ്റു ഉദ്യോഗ തലങ്ങൾ എടുത്തു നോക്കിയാലും ഒക്കെ നമുക്ക് കാണാം പണ്ടത്തെ ആ ഒരു വിശ്വസ്തതയും പണ്ടത്തെ ആ ഒരു ജോലിയോടുള്ള താല്പര്യവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും ഈ മേഖലയിലുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ അധ്യാപകരുടെ പങ്ക് ഒട്ടും ചെറുതല്ല. പക്ഷേ രക്ഷിതാക്കൾ എന്ന നിലയിൽ, ഞങ്ങൾ അധ്യാപകർ എന്ന നിലയിൽ കാണുമ്പോൾ, സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇടപെടുമ്പോൾ നമ്മൾ കാണുന്നത് വേണ്ടത്ര ഒരു ശുഷ്കാന്തി നമുക്ക് കാലികമായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ എൻ്റെ മകൻ എൻ്റെ മകൾ വളർന്നു വരേണ്ട സ്ഥിതിക്ക് അനുസരിച്ചുള്ള ഒരു ശ്രദ്ധയോ ഒരു താല്പര്യമോ രക്ഷിതാക്കളും കൊടുക്കുന്നു. ഞാനൊരു രക്ഷിതാവ് തന്നെയാണ്. ഈ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പല കാര്യങ്ങളുണ്ട് അതിൽ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നതിന് മുമ്പുള്ള ഭാഗം തന്നെ വലിയൊരു ഫോർമേഷൻ്റെ ഭാഗം കഴിഞ്ഞിട്ടാണ് കുട്ടികളെ വിടുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ടും 5-6 മണിക്കൂറുകളാണ് അവിടെ ചെലവഴിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ വലിയൊരു പങ്ക് അധ്യാപകർക്ക് നിർവഹിക്കാറുണ്ട്. കാരണം
രക്ഷിതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ സ്വീകാര്യത കുട്ടികൾക്ക് അധ്യാപകർ പറയുമ്പോഴാണ്. അപ്പോൾ അതിനെയൊക്കെ നല്ല രീതിയിൽ എടുക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഈ ഉത്തരവാദിത്തത്തിൽ കൂട്ടായ ഒരു പങ്ക് വഹിച്ചേ തീരൂ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച അഭിപ്രായം. കാരണം കുട്ടികൾ വളരെയേറെ സമയം രക്ഷിതാക്കളോടൊപ്പം തന്നെയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫോർമേഷനും രൂപീകരണവും തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒത്തിരി വേണ്ടതാണ്. നല്ല രീതിയിൽ ഫോം ചെയ്യുന്ന കുട്ടികളെ നമുക്ക് സമൂഹത്തിലും ക്ലാസ്സിലും സ്കൂളിലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഒരു കൂട്ടരിലേക്ക് മാത്രമായിട്ട് അങ്ങനെ മാറ്റിവെക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. തീർച്ചയായിട്ടും അധ്യാപകർക്ക് അതിൻ്റെതായ പങ്ക് ഉണ്ട് എന്നുള്ളതും തീർച്ചയാണ്. പിന്നെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും വേണ്ടത്ര ഒരു രക്ഷിതാക്കളുടെ ശ്രദ്ധയോ പരിഗണനയോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിലോ ശ്രദ്ധിക്കാത്ത വിധത്തിലാണ് നമ്മൾ ഇന്ന് സ്കൂളുകളിൽ കാണുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കുറേയേറെ പേരുണ്ടാകും രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നവർ. പക്ഷേ ഒത്തിരിയേറെ പേര്, വളരെ കൂടുതൽ പേര് തന്നെ അങ്ങനെ ശ്രദ്ധിക്കാതെ വരുന്നവരുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശിക്കുന്നത്. ഇരുത്തി പഠിപ്പിക്കുന്നില്ലെന്നാണോ? അതെയോ വേണ്ടതുപോലെ അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളോ പൈസയോ പുസ്തകങ്ങളോ ഒന്നും കൊടുക്കുന്നില്ലെന്നാണോ? അതേ മറ്റെന്തെങ്കിലും അതിനേക്കാൾ വ്യത്യസ്തമായിട്ടോ കൂടുതലായിട്ടോ? അതിലെനിക്ക് തോന്നുന്ന ഒന്ന്, നമ്മൾ പണ്ടത്തേക്കാൾ കൂടുതലായിട്ട് പഠനത്തിൽ കുറേയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. ട്യൂഷൻ കൊടുക്കുവാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇന്ന് മീഡിയാസിൻ്റെ ഒക്കെ സ്വാധീനം മൂലം നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. നമ്മളൊക്കെ വളർന്നു വന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മളൊക്കെ 10-ലോ 8-ലോ ഒക്കെ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടാവേണ്ട പല ധാരണകളും ഇന്നൊരു 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിലേക്ക് വരെ, പ്രത്യേകിച്ച് ഞാൻ പറയാം സെക്സ്വായിട്ടുള്ള കാര്യങ്ങൾ, ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള അവരുടെ നല്ല അറിവോ അല്ലെങ്കിൽ മോശമായ അറിവോ ഒരു 3-ലും 4-ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുകയാണ്, ഒരു കുഞ്ഞ് വന്നിട്ട് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വന്നിട്ട് അവൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണകളൊന്നുമില്ല. അവൾ പറയുകയാണ്, അവളുടെ ഒരു കൂട്ടുകാരി ഇങ്ങനെ പറയുന്നു, വീട്ടിൽ നടന്ന ചില കാര്യങ്ങൾ, അവളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള ചില ബന്ധങ്ങളെക്കുറിച്ച്, എനിക്കത് ഇവിടെ പൊതുവായിട്ട് പറയുന്നതിന് സാധിക്കില്ല, എങ്കിൽ പോലും ലൈംഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് ഇവളുടെ അടുക്കൽ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗികമായ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് കൂടുതലൊരു കുട്ടികൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഫീൽഡ് കാണുന്നത് അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ സെല്ലിലായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുന്നത്, കുറച്ചും കൂടെ വളർന്ന കുട്ടികൾ വന്നു കഴിയുമ്പോഴത്തേക്കും. ഇതേക്കുറിച്ച് പറയുമ്പോഴേക്കും ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ലസ്റ്റർ മീറ്റിങ്ങിന് കൂടിയപ്പോഴേ ഞങ്ങൾ കുറച്ച് അധ്യാപകർ തമ്മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഒരു അധ്യാപിക പറയുകയാണ്, അവരുടെ സ്കൂളിലെ ഈ മൊബൈൽ ഫോൺ സംബന്ധമായ കാര്യങ്ങളൊക്കെ കുറേ കുട്ടികളെ പിടിച്ച് ബ്ലൂ ഫിലിം കൊണ്ടുവന്ന കുട്ടികളെ കാണിക്കുക, ഇന്റർവൽ സമയത്തൊക്കെ അങ്ങ് കാട്ടിലേക്കൊക്കെ കയറിപ്പോയിട്ട് പുല്ലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ആരും കാണാതെ കുട്ടികളെ ഇരുത്തിയിട്ട് കാണിക്കുവാണ്. അപ്പോൾ അതേക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് അറിഞ്ഞു വന്നപ്പോഴേക്കും മനസ്സിലാകുന്നത് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇത് കൊണ്ടുവന്നത്. ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അവൻ ഒരു ചേട്ടൻ കൊടുക്കുന്ന ഒരു കടയിലെ ആ ചേട്ടനെ ഇവനിത് വാങ്ങിച്ചുകൊണ്ട് പോരുന്നതിന് ഇവന് പൈസ ചേട്ടൻ ഇങ്ങോട്ട് കൊടുക്കും. ഇത് എത്രയെണ്ണം കൊടുക്കുന്നോ അതിനനുസരിച്ച് ഈ കുട്ടിക്ക് കമ്മീഷനാണുള്ളത്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ കണ്ട് അധാർമികമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോഴേക്കും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ആകെ അസ്വസ്ഥതയാണ്. ഒരു സംഭവം ഞാൻ ഓർക്കാം, നമുക്ക് മാതാപിതാക്കൾ പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കുകയില്ല. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരു വീടാണ്. അവിടെ ചെന്നപ്പോൾ കുറച്ച് കുട്ടികൾ, അയൽവക്കത്തെ കുട്ടികളൊക്കെ കൂടെ കളിക്കാൻ വന്നു. ആ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുക, ചെറിയൊരു ഫംഗ്ഷൻ. അയൽവക്കത്തെ കുട്ടികളെല്ലാം കൂടെ കളിക്കാൻ വന്നു. ആ സമയത്ത് ഞാനിത് ശ്രദ്ധിച്ചില്ല. അടുത്തൊരു പ്രായമുള്ളൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സെല്ലിനെ ഒന്ന് പോയി നോക്കണേ, ഒരു കൊച്ചങ്ങോട്ട് പോയിട്ടുണ്ട്, പുറകെ ഒരു പെൺകുട്ടിയും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാവധാനം ഒച്ച ഉണ്ടാക്കാതെ ചെന്നു. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചും. ഞാൻ ചെല്ലുമ്പോൾ ഇവർ വളരെ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക. ഒരു അധ്യാപിക എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ ഇത് പറയുമ്പോൾ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല, കുഞ്ഞുങ്ങൾ കളിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ആരും അറിയാതെ, മറ്റു കുട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല. ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത്. നമ്മൾ വല്ല നോവലുകളിലൊക്കെ വായിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടറിവേ നമുക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുഞ്ഞുങ്ങൾ വളരെയധികം, പ്രത്യേകിച്ച് ഈ ലൈംഗികത മേഖലയിൽ സാറ് പറഞ്ഞ പോലെ ഒത്തിരി അധപതിച്ചിരിക്കുക. അതുകൊണ്ട് അവരുടെ സ്വഭാവത്തെ തന്നെ ഇത് വല്ലാതെ ബാധിക്കും. അവരുടെ ഉത്തരവാദിത്തങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയല്ല, പഠിക്കാൻ പറ്റിയല്ല, സത്യസന്ധമായിട്ട് പെരുമാറാൻ പറ്റിയല്ല, അവരുടെ വ്യക്തിത്വം തന്നെ വികലമായി പോകുന്ന ഒരവസ്ഥയുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ ഇതുമൂലം മാനസികമായിട്ട് വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെ ഇതിപ്പോൾ സെലിനി പറഞ്ഞ കേസിൽ ഇത് സ്കൂളിലൊരു അധ്യാപകനോ അധ്യാപികയ്ക്കോ ശ്രദ്ധിക്കാവുന്ന കാര്യമില്ല. വീടുകളിൽ ഒരു ഫംഗ്ഷൻസ് നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും കുട്ടികൾ തന്നെ, ആൺകുട്ടികളും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, അതല്ലെന്നുണ്ടെങ്കിലും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സെലിൻ പറഞ്ഞത്. ഇപ്പോൾ രാജ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡ്രസ്സ് കൊടുക്കുന്നു, ട്യൂഷൻ കൊടുത്തൊക്കെ വളർത്താൻ വേണ്ടിയൊക്കെ നോക്കുന്നു എന്നൊക്കെ ഉള്ളതിനേക്കാൾ അധികമായിട്ട്
വേറെ എന്തെല്ലാം തലങ്ങളിലായിരിക്കും രക്ഷകർത്താക്കൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരിക? നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കുറ്റാരോപണങ്ങൾ നടത്തി ആരാണ് ഇതിൽ യഥാർത്ഥ പ്രതികൾ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി നോക്കുന്നത് വ്യർത്ഥമായിരിക്കും. അതിനേക്കാൾ അധികം കുറെ കൂടെ പ്രായോഗികമായിട്ട് രക്ഷകർത്താക്കൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ആലോചന വരികയാണെങ്കിൽ അത് നല്ലതായിരിക്കും. മനുഷ്യ, എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ വളർന്നു നിന്ന സാഹചര്യത്തിൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നു. വീടുകളിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ തന്നെ കൂടുതലുണ്ടായിരുന്നു, വല്യപ്പൻ വല്യമ്മ, അങ്കിളുമാർ, ആന്റിമാർ. അവിടെ കുട്ടികൾക്ക് കൂടുതൽ എക്സ്പോഷർ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വല്യപ്പൻ വല്യമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മക്കൾ കുറഞ്ഞിട്ടുണ്ട്, അപ്പനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻറ്ററാക്ഷൻസ് പണ്ടത്തതിനേക്കാളും ഒത്തിരി കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ കുറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് തന്നെ ഒരുപക്ഷെ മീഡിയകളുടെയൊക്കെ അതിപ്രസരം കൊണ്ടൊക്കെ ആയിരിക്കാം പറഞ്ഞു കൊടുക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട, അമ്മയെന്ന നിലയ്ക്കോ അച്ഛനെന്ന നിലയ്ക്കോ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും അവരെ ആ ബോധ്യത്തിലേക്ക് നയിക്കുന്നതിനും കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ ലൈംഗിക മേഖലയിലുള്ള കാര്യങ്ങളിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട. ബന്ധുവീടുകളിലൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ സെലിൻ ടീച്ചർ പറഞ്ഞിടത്ത് തന്നെ വീട്ടിൽ പോയപ്പോൾ കൂട്ടുകാരുമൊത്ത് ഇടപെടുന്ന സാഹചര്യങ്ങളിലൊക്കെ പെൺകുട്ടികളെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട, അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധയോടെ പെരുമാറും. എനിക്ക് തോന്നുന്നു കൂടുതൽ ദുരുപയോഗങ്ങൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നടക്കുന്ന കൂടുതൽ ദുരുപയോഗങ്ങൾ നടക്കുന്നത് 90% വീടുകളിലും, പ്രത്യേകിച്ച് വീടുകളിൽ നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത വിധത്തിലുള്ള ബന്ധത്തിലുള്ള ആൾക്കാരിൽ നിന്നുമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ മേഖലയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് രക്ഷിതാക്കൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻകാലങ്ങളിലൊക്കെ ജീവിത വിശുദ്ധി, ചാരിത്രശുദ്ധി എന്നതിനെക്കുറിച്ചൊക്കെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഒരകലം പാലിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ, കിടപ്പിലും നടപ്പിലും എടുപ്പിലും വസ്ത്രധാരണത്തിലുമൊക്കെ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും മത്സരത്തിൻ്റെയും ഒരു കാലഘട്ടമാണ്. ഏത് നിലയ്ക്കും മികവ് തെളിയിക്കുക, അതുപോലെ കീഴടക്കുക എന്നൊക്കെയുള്ള ഒരു ടെൻഡൻസിയാണ് അധികം ആളില്ല. അപ്പം അതിനിടയിൽ ഇങ്ങനെയുള്ള മൂല്യങ്ങൾ മറന്നു പോകുന്നു. അല്ലെന്നൊരിയിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു കമ്പോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ലൈംഗികത ചൂഷണം ചെയ്യപ്പെടുകയും വിൽക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിനൊന്നും ഒരു അമിതമായ പ്രാധാന്യം, മരണാനന്തര ജീവിതം അതല്ലെങ്കിൽ ഒരു വിശുദ്ധി എന്നുള്ളതിനൊന്നും ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏത് നിലയിലും കുട്ടികൾ നല്ല മികവുള്ളവരായി തീരണം, എൻ്റെ കുട്ടി വളരെ കഴിവുള്ളവരാണ്, ഉയർന്നു വരണം സാമ്പത്തികമായിട്ടും, അതുപോലെ എങ്ങനെ ആ മേഖലയൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നതുകൊണ്ടായിരിക്കാം. അതൊരു ക്യാൻസർ പോലെ തന്നെയാണ് ഇതുപോലെയുള്ള ഈ മൂല്യച്യുതികൾ പകർന്നു വരിക ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക്. ഒരു പാപം വേറൊരു പാപത്തെയാണ് ജനിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പകർച്ചവ്യാധി പോലെ തന്നെ ഇത് വരുന്നുണ്ട്. ഒരിക്കൽ ഒരു മാൽ പ്രാക്ടീസിന് അടിപ്പെട്ട ഒരു കുട്ടി അത് വേറൊരാളെ ആ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ അതിന് പാപത്തിൻ്റെ സ്വാധീനം അത്ര വലുതാണ്. അതിനെക്കുറിച്ച് നമ്മൾ വേണ്ടത്ര ഗൗരവമായി ചിന്തിക്കുന്നില്ലെന്ന് വേണം കരുതാനായിട്ട്. നമ്മുടെ സമയങ്ങൾ ഇവിടെ തീരുന്നു എന്നുള്ളതുകൊണ്ട്, കാര്യം ഇത് വളരെയധികം വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മേഖലയായിട്ട് തോന്നുകയാണ്. ഒരുപക്ഷെ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് ഒരിക്കൽ നമുക്ക് അതേക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കാമായിരിക്കും. ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നി. സെലീൻ ഇപ്പോൾ പറഞ്ഞു, പല വിധത്തിൽ ഇപ്പം മൊബൈലിൻ്റെയും മറ്റൊക്കെ ദുരുപയോഗങ്ങൾ സ്കൂളുകളിൽ പോലും കൂടി ഒത്തിരിയധികം കുട്ടികൾ മൊബൈലുകൾ ആരും ശ്രദ്ധിക്കാതെയും മറ്റൊക്കെ കൊണ്ടുവരുന്നത്. വീടുകളിൽ ഇൻ്റർനെറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് കുറേ കൂടി വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ മാതാപിതാക്കൾ വേണ്ട പോലെ ശ്രദ്ധിക്കാതെയും മറ്റൊക്കെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന പരസ്യമായ ഒരു സ്ഥലത്ത് ഇത് വെച്ച് അങ്ങനെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് കൂടി ഒന്ന് അറിയാനും മറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങൾ, മറ്റു വീടുകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം മാണിച്ചായൻ പറഞ്ഞതുപോലെ ധാർമ്മികത, പാപം, ദൈവത്തിനെതിരായി ചെയ്യുന്ന പാപം, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ, ദൈവത്തിനും മനുഷ്യനും എതിരായിട്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ രക്ഷയിലേക്ക് വരുത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് സെലീൻ പറയും. ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ പിന്നെ അസ്വസ്ഥരാണ്, അവർക്ക് പഠിക്കാനേ സാധിക്കില്ല. അപ്പം നമ്മുടെ കുട്ടികളുടെ ഈ അസ്വസ്ഥതകളെക്കുറിച്ച്, പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മളിവിടെ ഒരു വലിയൊരു വിഷയത്തിൻ്റെ ചെറിയൊരു ഭാഗത്ത് മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ. എനിക്ക് തോന്നുന്നു കുറേ അധികം ശ്രദ്ധയും ചർച്ചകളും പഠനങ്ങളും അധ്യാപകർക്കും ആവശ്യമുണ്ട്, അതേസമയം രക്ഷകർത്താക്കൾക്ക് അതിനേക്കാൾ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണ്. സമയം നമുക്കിവിടെ തീരുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആദവും ഹവ്വയും ചെയ്തതുപോലെ ഇന്നും നാമും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പഴിചാരിക്കൊണ്ടിരുന്നാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കും എന്നൊരു ചിന്ത ഇന്നത്തെ ഈ ചർച്ചകൾക്കൊടുവിൽ നമ്മളിലുണ്ടായാൽ ഒത്തിരി നന്നായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വങ്ങൾ, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന നിയോഗങ്ങൾ ദൈവത്തിന് നിരക്കുന്ന വിധത്തിൽ
നിർവഹിക്കുന്നതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ചിന്തയുമായി വീണ്ടും അടുത്തയാഴ്ചയിൽ.